പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഈജിപ്ത് പോകാൻ കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം രാത്രി 11 മണിയാവാനായി. അപ്പോൾ രാവിലെ ഒരു 8 മണിക്കൊക്കെയാണ് ഫ്ലൈറ്റ്. അപ്പം മെല്ലെ ഇങ്ങനെ പോകണം. കൊച്ചിയിൽ നിന്നാണ്, അതാണ് കിട്ടിയ ഒരു ടാസ്ക്. അപ്പോൾ കൊച്ചിയിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം ഏകദേശം ഒരു 3-4 മണിക്കൂർ രാത്രി ആയതുകൊണ്ട് യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. പിന്നെ തൃശ്ശൂർ പൂരം നടക്കുകയാണ് അല്ലേ, തൃശ്ശൂർ പൂരം ഒന്ന് തുടങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എയർപോർട്ടിലെത്താൻ. അവിടെ നല്ല ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ യാത്ര ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ വീണ്ടും അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞുകൊണ്ടിരുന്ന തുടങ്ങിയ യാത്രയാണ്. അങ്ങനെ തുടങ്ങി ഞാൻ ഇപ്പോൾ വന്നത് ഇപ്പോൾ നമ്മുടെ അച്ചുവിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം, അതായത് 30-ാം തീയതി, ഏപ്രിൽ 30-ാം തീയതി ഇവിടെ എത്തണം. അത് കഴിഞ്ഞിപ്പോൾ 4 ദിവസമായി ഇവിടെ നാട്ടിൽ. ഈ 4 ദിവസം എന്ന് പറഞ്ഞാൽ ടാസ്ക് 4 ദിവസം ഇനി അത് ഒരു ദിവസം വെറുതെ ഒന്നുമില്ല, കറക്റ്റ് ഉറക്കം കിട്ടിയില്ല. അതിൽ 30-ാം തീയതി ഇവിടെ എത്തി. 1-ാം തീയതി അച്ചുവിൻ്റെ കല്യാണം, അന്ന് കോഴിക്കോട്. 2-ാം തീയതി ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി കോഴിക്കോട് പോയി. 3-ാം തീയതി വീണ്ടും വേറെ ആവശ്യത്തിന് വേണ്ടി കോഴിക്കോട് പോയി. പിന്നെ കിട്ടിയത് 4-ാം തീയതിയാണ്. 4-ാം തീയതി ഇവിടെ ഉണ്ടായി തോന്നുന്നുണ്ട് ഇന്നലെ. ഇന്നലെ കക്കാടം പോയി. ഇമ്മുവിൻ്റെ ഫാമിലിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ എന്ത് ചെയ്തു, കക്കാടം പോയി. ഇന്ന് 5-ാം തീയതി രാവിലെ മുതൽ നശ്വനും കൊണ്ട് ലൈസൻസിൻ്റെ ടെസ്റ്റിനൊക്കെ പോയി. ലൈസൻസ് കിട്ടിയില്ലേ, സൈറ്റിൽ വന്നിരിക്കണം. അപ്പോൾ അതിൻ്റെ പൊലുവിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ആളിവിടെ. സൈറ്റിലൊക്കെ വന്ന് ലൈസൻസ് അതിൽ കാർഡ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഇനി പോസ്റ്റ് വഴിക്ക് വരണം. അപ്പം അങ്ങനെ ഒരു ദിവസം വെറുതെ ഒന്നുമില്ല ഇവിടെ നാട്ടിൽ വന്നിട്ട്. അപ്പം ഇനി ഈ ട്രിപ്പും കൂടിയായിട്ട് കഴിഞ്ഞ് വന്നിട്ട് വേണം ഒരു ദിവസം എങ്ങോട്ടും പോകാതെ ഇവിടെ വീട്ടിൽ നിൽക്കുകയാണ് എനിക്ക്. അത് കറക്റ്റിൻ്റെ ആ ഒരു പഴയ പോലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കറക്റ്റ് കടന്ന് രാവിലെ 4:30 നീച്ച് ആ ഒരു പഴയ സിസ്റ്റം. രാവിലെ കളിക്കാനൊക്കെ പോയി, ഫുട്ബോൾ കളിക്കാൻ പോയി, പിന്നെ വൈകുന്നേരം ജിമ്മൊക്കെ പോയി. അങ്ങനെ ആ ഒരു ട്രാക്കൊക്കെ എനിക്ക് ആയി കിട്ടാൻ ഞാൻ സത്യം പറഞ്ഞാൽ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അത് മൊത്തം തെറ്റി കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ എടുക്കണം കേട്ടോ. എൻ്റെ സാമ്രാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ അന്വേഷിപ്പിക്കണം. ഹാഫിസ് അലി ഇബ്രാഹിമിൻ്റെ സാമ്രാജ്യം നിനക്ക് സ്വന്തം. ഡ്രൈവിങ് ഹൈമിസ് പഠിക്കണ്ട. ഡ്രൈവ് പഠിക്കാൻ എന്നോട് ഐഡിയ പറഞ്ഞത് വീട്ടിൽ പോകുമ്പോൾ ഇപ്പാൻ്റെ വണ്ടി എടുത്ത് പഠിക്കാം. ഓക്കെ, അതാണ് എനിക്ക് ഡ്രൈവിങ് എടുക്കാനുള്ള ഓപ്ഷൻ. അപ്പോൾ എല്ലാം എടുത്തിക്കണേ നമ്മൾ എന്നാണ് വിചാരിക്കുന്നത്. ഞാനൊന്നും മറന്നിട്ടില്ല. പിന്നെ എങ്ങോട്ട് പോകണമെങ്കിലും പാസ്പോർട്ടൊക്കെ എടുത്തിട്ടില്ലെന്ന് ചോദിക്കാൻ ഒരാളുണ്ടാവും. ഇവിടെ നിലവിൽ ഇപ്പോൾ അങ്ങനെ ആരുമില്ല. ഒരു കാര്യപ്പെട്ടെ അപ്പം ഉമ്മും നശ്വി മാത്രമേ ഉള്ളൂ ഇവിടെ. അന്ന് ഞങ്ങൾ കാര്യപ്പെട്ടെ നിങ്ങൾ ചോദിക്കുന്നോട് പാസ്പോർട്ട് എടുത്തില്ലേക്ക്. എടുത്തിക്കണം നട്സ് എടുത്തിക്കണം. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് തിന്നാൻ വേണ്ടി എൻ്റെ പാസ്പോർട്ടിന് ചെറിയ ബാഗിൽ നശ്വ കുറച്ച് നട്സൊക്കെ കിട്ടുന്നത് കണ്ടോ. താങ്ക് യു. പിസ്തയും എന്താണ് ബദാമോ, കുറച്ച് പിസ്തയും കുറച്ച് ബദാമൊക്കെ അതിലിട്ട് നിൽക്കണേ. പിന്നെ കുറേ ആൾക്കാർ പറയണ്ട, കഴിഞ്ഞ ട്രിപ്പിനും പോയപ്പം ഈ ഡ്രസ്സ് തന്നെയാണ് ഇട്ടീന്. എന്താ വെച്ചാൽ ഈ ടീഷർട്ട് ഇട്ടാൽ നല്ല സുഖമാണ് ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ അതിനാണ് ഈ ടീഷർട്ട് ഇടുന്നത്. അപ്പം ഞാൻ ആരും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഉമ്മ ഉറങ്ങിയോ? പോയി വരാം. വീണ്ടും അടുത്ത യാത്ര. അസ്സലാമു അലൈക്കും. പോയി വരും. സങ്കടം ഉണ്ടോ? സങ്കടപ്പെടണ്ട, 10 ദിവസം കൊണ്ട് വരും. ഓക്കെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം മെസ്സേജ് ചെയ്യുക. അപ്പം നമ്മളതിൻ്റെ പരിഹാരം ഇവിടെ കാണും. ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ, എന്തുണ്ടെങ്കിലും. ഓക്കെ, നമ്മൾ സെറ്റാക്കും. കഴിഞ്ഞ പ്രാവശ്യം ടീഷർട്ടും ഈ പാൻറ്റും ഞാൻ കിട്ടി. പാൻറ്റ് നല്ല വേറെ പാൻറ്റ് കിട്ടിയത്. ഞാൻ പോയി കേട്ടോ. ഞാൻ അവിടെ പോയി കണ്ട് അസുറിനെയും കൂട്ടി. അസുറും പോലും ചെക്കന്മാരൊക്കെ ഉണ്ട്, അർഷിയും ഇവരൊക്കെ ഉണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും. ഈജിപ്തിക്കാണ് ചരിത്രത്തിലൊക്കെ കുറേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈജിപ്ത് അങ്ങനെ ഇങ്ങനെ അല്ലേ, ഓരോ സംഭവങ്ങൾ. അപ്പം ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നൊക്കെ നേരിട്ട് കാണാം. ഫിറോനൊക്കെ ഉണ്ട്, ഫിറോൻ്റെ ചേട്ടൊക്കെ ഉണ്ട്. പാസ്പോർട്ട് ബാഗ് എടുക്കട്ടെ. പോയി വരാം. വലൈക്കും അസ്സലാം. ചിൽ. ഓക്കെ, നമ്മളില്ലാതെ 10 ദിവസം കിട്ടുമല്ലേ. ചില്ലയില്ലേ? പോരട്ടമ്മ. ഇല്ല, ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഓയിലുണ്ടാവും അങ്ങനെ. അപ്പം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ അവിടുന്ന് ചെക്കന്മാരുണ്ട്, ഓയിൽ കൊണ്ടുപോകും പിന്നെ. ഓക്കെ, അപ്പോൾ പോയി തരാം. അപ്പം ഇനി ബാക്കി വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് യാത്ര അവിടെ ആരംഭിച്ചു. അപ്പൊ നമ്മളിവിടെ ഏകദേശം പട്ടാമ്പി എത്തിട്ടോ. അപ്പൊ ഞാന് 11 മണി മുതൽ ഇവരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഓരോ വൈക്ക് പോയി. തിരിച്ച്
ഓരോ വഴിക്ക് പോയിങ്ങാണ്ട് അർഷേ എന്താ നബീലുണ്ട് മിക്കുണ്ട് അല്ല ബാസിന്റെ എയർപോർട്ട് ബാംഗ്ലൂരാട്ടോ അതിനനുസരിച്ചിട്ടാ അപ്പൊ എന്താരോ ബാസിന്റെ ഒരു പ്രത്യേകത ബാസിൽ തന്നെ ഞങ്ങളോട് പറഞ്ഞത് വെച്ചാല് നേരത്തെ എത്തണം ഏത് പരിപാടി ആണെങ്കിൽ നേരത്തെ വെച്ചാല് ബാസിലിനെ ഞങ്ങൾ എപ്പോഴാണോ എയർപോർട്ടിൽ എത്തണം അവിടെ ഇറക്കി വിടും എന്നിട്ട് അവൻ നേരത്തെ ഓന്റെ പ്ലാൻ അനുസരിച്ചിട്ട് എയർപോർട്ടിൽ അവിടെ ഇരിക്കട്ടെ ആ എയറിന്റെ എക്സ്പ്രസും കൂടി എടുത്തിട്ടുണ്ട് അതൊന്നും തീരുമാനമായല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞങ്ങളൊരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾക്ക് 6 മണിക്ക് ഉറങ്ങണം അപ്പൊ എന്നെ എയർപോർട്ടിലേക്ക് ഞങ്ങൾ പോകും ആയിക്കോട്ടെടാ ഇവിടെ നേരെ കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടില്ല എന്നാ പറയണത് അപ്പൊ എന്താ വെച്ചാല് അങ്ങനല്ല ഇവർക്ക് എല്ലാവർക്കും എല്ലാരും അതിൽപ്പെട്ട ആൾക്കാരാണോ അതായത് ഒരു വഴിക്ക് പോകുമ്പോ ഒരു കറക്റ്റ് ആക്കി പോണ ആൾക്കാരാണ് എനിക്കാണെങ്കിൽ പറ്റൂല എനിക്ക് എന്തുകൊണ്ടാണെന്നറിയോ ബിക്കോസ് ഐ ട്രാവൽ 23 countries അതെനിക്കറിയാം മുത്തേ പക്ഷെ ഇനിയിപ്പോ ഞാനൊരു 100 രാജ്യം പോയാലും ഞാൻ അങ്ങനെ തന്നെ കാരണം അല്ല ഞാനോട് 10 മണിക്ക് ഇറങ്ങണം പറഞ്ഞിട്ടില്ലേനോ ടിക്കറ്റ് അയച്ചത് അയച്ചാരാത്ത എന്തുകൊണ്ട് ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് അയച്ചെന്നാ നമ്മള് 2 മണിക്കേ പരിന്ന് ഇറങ്ങുള്ളൂ ആ ഇത് രാവിലെ 8 മണിക്കത്തെ ഫ്ലൈറ്റിന് 10 മണിക്ക് രാവിലെ 9 മണിക്കല്ല 8:30 ഫ്ലൈറ്റ് അപ്പൊ 6 മണിക്ക് അതിന്റെ ഉള്ളിൽ കയറണ്ടേ ഞാനും ഒരു കാര്യം പ്ലാൻ ചെയ്തു താങ്കളെ ഞങ്ങൾ നേരത്തെ എയർപോർട്ടിലാക്കി 4 മണിക്ക് എയർപോർട്ടിൽ ഇറക്കിയത് 3 മണിക്ക് ഇറക്കിയത് അപ്പൊ എന്താ വെച്ചാലേ എനിക്കറിയാം നമ്മള് പോണ വഴിക്ക് ചായ കുടിച്ചാൽ നിർത്തേണ്ടി വരും വെള്ളം കുടിച്ചാൽ നിർത്തേണ്ടി വരും ഒക്കെ അപ്പൊ അതൊക്കെ മനസ്സ് കണ്ടിട്ടാണ് ഞാൻ 11 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞത് എവിടെ ഇനി നിർത്താൻ പാടില്ല കാരണം ഇപ്പൊ തന്നെ 2 മണി പാണ്ടിക്കാട് എത്തിയിട്ടുള്ളൂ എന്റെ അമ്മായിന്റെ അല്ലേ എയർപോർട്ടും ഫ്ലൈറ്റും എന്റെ അമ്മായിന്റെ അല്ലേ എവിടെ 1.5 മണിക്കൂറുണ്ട് നമ്മള് ഗുരുവായൂരിലെത്തും അവിടുന്ന് 1/2 മണിക്കൂറുള്ള എയർപോർട്ടിക്ക് ടൈം ഇപ്പൊ എത്രയായി 2 മണി 1.5 മണിക്കൂർ കൂട്ട് 3:30 4 മണി 4 മണിക്കാണ് എയർപോർട്ടിലാക്കും 8 മണിന്റെ 8:30 ഫ്ലൈറ്റ് ഓക്കെ ആണോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എയർപോർട്ടിന്റെ അടുത്ത് എത്തിയിട്ട് എന്ത് ചെയ്യാ എയർപോർട്ടിന്റെ അടുത്ത് എത്തിയിട്ട് നമ്മള് വല്ല ചായ കുടിച്ച് ഇങ്ങനെ കുറച്ചാലൊക്കെ കളഞ്ഞ് ആകെ എതിരായി ഓഡിയൻസ് എതിരായി ആകെ എതിരായല്ലോ ആണോ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഫുഡ് കഴിക്കാൻ കയറി അവിടെ ഒരു 1/2 മണിക്കൂർ പോയി ഇനിയിപ്പോ ഒരു ടയർ പൊട്ടിയ പഞ്ചറായി തന്നെ കൂട്ടണേ പറ്റാതിരിക്കണേ എന്നാലും ടൈം ഉണ്ട് എയർപോർട്ട് ടൈം ഉണ്ട് വേറെ ബാസിൽ വണ്ടി കയറിപ്പോ ഇറങ്ങിയതാ നീച്ചപ്പോൾ അവിടെ തന്നെ അതാണ് ഞാൻ 11:45 വണ്ടി കയറി നിലമ്പൂരിന്ന് പിന്നെ നീച്ചപ്പോഴും 12:30 അപ്പോഴും വണ്ടൂര് എത്തിയുള്ളൂ 1 മണിക്കൂർ വണ്ടൂരിക്ക് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ പണി നമ്മൾ യാത്ര ചെയ്യണത് ആളാ 1 മണിക്കൂർ ഞാൻ പറയട്ടെ ബാസിലെ ഇപ്പൊ ഇന്റെ ഒരു കൂട്ടത്തിലൊരു ചങ്ങായി ഉണ്ട് ഓന്റെ മനസ്സിലെന്താ വെച്ചാല് മറ്റന്നാളെ ഫ്ലൈറ്റ് ഇന്നെ എയർപോർട്ടിൽ പോകണം പറഞ്ഞാൽ ഞാൻ പോവോ എങ്ങനെ മനസ്സിലായില്ല ഇന്റെ ഒരു ചങ്ങായി ഉണ്ട് ഓന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മറ്റന്നാൾക്ക് ഓൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇന്ന് എയർപോർട്ടിൽ എത്തണം പറഞ്ഞാൽ നമ്മളെ ചേടാലി ചങ്ങായില്ലേ പറയാ മറ്റന്നാകത്തെ കേസല്ലേ ഇത് അതന്നെ ഞാൻ പറഞ്ഞത് 8:30 ഫ്ലൈറ്റ് ടിക്കറ്റിന് ഇപ്പൊ തന്നെ എയർപോർട്ടിൽ പറഞ്ഞു നമ്മള് വരില്ല ഏതാണ് ചങ്ങായി അറിയില്ലേ പക്ഷെ നമ്മളൊരു ബൈക്ക് പോകുമ്പോ അതിനൊരു സമയം നേരം ഉണ്ട് പൈച്ചുമ്പോളേ മനസ്സിൽ തിന്നുള്ളൂ അതല്ല പറഞ്ഞേ പോണ്ട ടൈമിന് പോയിട്ട് കാര്യമുള്ളൂ അല്ലാതെ ബോർഡിംഗ് ചെക്കിംഗ് കൗണ്ടർ പോലും ഓപ്പൺ ആവൂല ഓപ്പൺ ആവണ്ട നമുക്ക് ആ പരിസരത്ത് എത്തിയാ മതി കാരണം ലോങ് അല്ലോണ്ടാണ് കോഴിക്കോടാണെങ്കിൽ നമ്മള് കരിപ്പൂരാണെങ്കിൽ നമ്മളിത് പറയില്ലാന്ന് ആകെ ഫുള്ള് ക്രൗഡ് ഫുള്ള് നമുക്ക് പക്ഷെ ജിന്നിട്ട് പോവാണ് കുഴപ്പമില്ല 10 ദിവസം ഞാൻ ഓരോ വെക്കേഷൻ വരുമ്പോൾ ബാസിൽ എന്താ വെച്ചാൽ കഴിഞ്ഞ വെക്കേഷന് പെണ്ണെട്ടി കണ്ട് ഓളപ്പം പോയി ഇപ്രാവശ്യം ഞാൻ വന്നോക്കിയപ്പോ ഈജിപ്ത് പോയി ഞാൻ അടുത്ത പ്രാവശ്യം ഇത് കഴിഞ്ഞ ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്ത് മരവണ്ടിന്റെ അടി കൂടെ കർശി ഗുരുവായൂരെത്തും 1/2 മണിക്കൂർ 4 മണിക്ക് എയർപോർട്ടിലെത്തും ഗുരുവായൂർ ഗുരുവായൂരിന് എത്ര എയർപോർട്ടിൽ
ഊരിടണോ? അപ്പൊ ഇനി ഇടക്ക് വെള്ളം കുടിച്ചാൽ ഇല്ല ഞാൻ ആക്കിയിട്ട് ആക്കിട്ട് ഞങ്ങള് സൗകര്യം ഇനി ചായ കൂടിയില്ല, ഇനി വെള്ളം കൂടിയില്ല. ഇങ്ങനെയാണ് ഞങ്ങളെ അമ്മായിന്റെ അല്ലല്ലേ വെള്ളം കൂടി നബീൽ ഒന്നേ വണ്ടി കാണുന്നുണ്ടോ? എന്ത് ഓന് രാത്രി കണ്ണാണല്ലോ ഫോട്ടോ കണ്ണടച്ചോ? കണ്ണട വെച്ചാലും കാണില്ല, കണ്ണാടോ ഊരിയാലും കാണില്ല. അപ്പൊ അസുറോ ആ ക്യാമറ കാണണം. 23 രാജ്യം കവർ ചെയ്ത് എനക്ക് എന്ത് അഡ്വൈസ് എനിക്ക് തരാം ഈജിപ്തിക്ക് പോകുമ്പോ? എനിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്ത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരു അഡ്വൈസും തരാം. എന്നാലും ബാക്കി ഓരോ നോക്കിക്കോളും. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അഥവാ എത്തിക്കഴിഞ്ഞാൽ അഥവാ എത്തിക്കഴിഞ്ഞാല് എനിക്ക് ഒറ്റ അഡ്വൈസ് തരാനുള്ളൂ. ഈജിപ്തിനെ പറ്റി ഞാൻ നല്ല സ്റ്റഡി ചെയ്താട്ടോ. അവിടുത്തെ ജനങ്ങള് ഒരു എന്താ വെച്ചാല് കൊറേ സ്കാമുകൾ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ട് ഞാനും പറഞ്ഞു. അപ്പൊ അവിടുത്തെ ലോക്കൽസിനായിട്ട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക. നല്ല ആൾക്കാരുണ്ട്, ഒരു 70% നല്ല ആൾക്കാരുണ്ട്, പക്ഷെ 30% വടക്കാളുണ്ട് അവിടെ. 30ന്റെ അടിയിൽ പെടാതെ നിൽക്കുക. 30% അധികവും ടൂറിസ്റ്റുള്ള ഏരിയയിലാണ്. അതെ, ടൂറിസ്റ്റുകളുടെ ഏരിയയിൽ നല്ലോണം ഉടായ്പകളുണ്ട്. പിന്നെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ എന്നെ പിക്ക് ചെയ്യാനൊക്കെ ടീം ഉണ്ടാവും. അപ്പൊ സീനൊന്നുമില്ല. എന്താ വെച്ചാൽ ലോക്കൽ ഫുഡുകൾ മാക്സിമം ട്രൈ ചെയ്യാം. ഞാൻ ജോർജ് ട്രാവൽ ചെയ്ത് എന്നെ കാണിച്ചെന്നില്ലേ. അപ്പൊ എനിക്ക് എന്റെ ഒരു ക്യാരക്ടർ എന്ന് മനസ്സിലായെന്ന് വെച്ചാൽ എനിക്ക് ഈ ലോക്കൽ ട്രഡീഷണൽ ഫുഡ് വല്ലാതെ പള്ളക്കത്തിൽ പറ്റില്ല. അപ്പൊ അത് മാക്സിമം ആസ്വദിച്ച് കഴിക്കാൻ നോക്കുക. ഓരോ രാജ്യത്തിനും ഓരോ ടേസ്റ്റ് ആണ്. അത് ആസ്വദിച്ച് കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഏതൊരു ഫുഡും അത്ഭുതമാണ്. ഫുഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി സംസാരിക്കാൻ അർശിയെ ക്ഷണിക്കുന്നു. അർശിമാരി അങ്ങനെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിരവധി യാത്രകൾ പോയ സൈക്കോ ട്രാവലർ ഓൺലി ഡൊമസ്റ്റിക് ബാലി പോയി, ദുബായി പോയി, ജോർജിയ പോയി. ഓരോ മുത്തേ എന്താ പറയാ? എന്താ ഡിസംബർ അല്ലേ? 10 പറഞ്ഞിരുന്നല്ലോ, 3 നിന്നില്ലേ? ഞാൻ ഇവിടെ പോയി ഞാൻ ഇന്ത്യ മൊത്തം കറങ്ങി. അതോ വിളിച്ച് അടിപൊളി. ഇന്ത്യ മൊത്തം കറങ്ങി പാസ്പോർട്ട് സ്റ്റാമ്പ് മൊത്തം സ്റ്റാമ്പ് വരണ്ട. ഇന്ത്യ ലോകം ഞാനും പറയട്ടെ, ഞാനും ഇന്ത്യ മൊത്തം കറങ്ങി. തെളിവില്ലല്ലോ, അവർക്ക് പാസ്പോർട്ടിന് കാണിച്ചു. ലോകം മൊത്തം കറങ്ങണേക്കാളും അതേ ലെവലിൽ തന്നെയാണ് ഇന്ത്യ മൊത്തം അത്രയും ട്രഡീഷൻ ഉണ്ട്, കൊറേ ആചാരങ്ങളുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഒരു രാജ്യത്തും അങ്ങനെ. ഞാൻ ഒരിക്കലും സമ്മതിക്കും, പക്ഷെ എല്ലാ ലോകത്തുള്ള ആളുകളുടെ കൾച്ചറും ലൈഫ് സ്റ്റൈലും ട്രഡീഷൻ കൾച്ചർ ഒരുപാട് കൾച്ചറുകൾ ഉണ്ട്. ഒരു രാജ്യത്ത് എന്തായാലും നമ്മളെ രാജ്യത്തുള്ള അത്ര കൾച്ചറും നമ്മളെ രാജ്യത്തുള്ള അത്ര ലാൻഡ്സ്കേപ്പും എന്താണ് നേച്ചറും പിന്നെ മറ്റേ ഡെസേർട്ടും എല്ലാം നമ്മളെ രാജ്യത്തുണ്ട്. സ്നോ ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലത്തെ കുറച്ചുകൂടി മേലേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാരുണ്ടല്ലോ, അത് ഒറ്റക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതിലുള്ള ആൾക്കാരല്ല. അത് ചുട്ടുള്ള സ്കാം അല്ലത്. ഇത് ഇത് ട്രാവൽ ചെയ്തിട്ടുള്ളതൊക്കെ ഓക്കെ, ഹൈക്ക് ചെയ്ത് പോയിക്കണെന്നുള്ളതൊക്കെ ഓക്കെ. പക്ഷെ എത്ര സ്ഥലത്ത് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് കിട്ടിക്കണെന്നുള്ള പറയും. അതുണ്ടാവും. എത്ര സ്ഥലത്ത് നിന്ന് കിട്ടിക്കണ പറയും. ഇന്ത്യയിൽ അതിന് മാത്രം ജനങ്ങളുണ്ട്, എല്ലാരും നന്നാക്കായപ്പോ. അതന്നെ പറഞ്ഞത്. എന്നാ വെച്ചാൽ ചൈനയിൽ അത്രയും ജനങ്ങൾ, ചൈനക്കൊന്ന് പോയേക്ക് പറയും. ആരെങ്കിലും നന്നാക്കേണ്ട ആവശ്യം ഉണ്ടോ? ആദ്യം നമ്മൾ ഇന്ത്യക്കാർ കാണേണ്ടത് വിദേശത്തുള്ള രാജ്യങ്ങളാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല ആളുകളാണ് അവിടെ ഉള്ളത്. എന്നിട്ട് ഇന്ത്യ കാണാൻ പോണം. അപ്പൊ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഇപ്പൊ ഇന്ത്യ മാത്രം കണ്ടോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവില്ല. അതൊക്കെ ആൾക്കാർ നല്ലതൊക്കെയാണ് പുറത്തുള്ള ഞാൻ സമ്മതിച്ചു തരും. അത് ഞാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള രാജ്യത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരിക്കലും ഇന്ത്യനെ കുറ്റം പറയല്ലോ. ഞാൻ റിസർച്ച് നടത്തിയൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ ആളായിട്ട് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇത്രയും രാജ്യം പോകുമ്പോഴൊക്കെ ഞാൻ ഇന്ത്യയിലുള്ള ഓരോ സ്ഥലങ്ങളും ഞാൻ എനിക്കിപ്പോ മറ്റേ താജ്മഹൽ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. കാശ്മീരിലുള്ള ഓരോ സ്ഥലങ്ങൾ, ദാൽ ലേക്ക്, മറ്റേ സാധനങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ അടിച്ചു നോക്കുമ്പോഴും കുറെ ആളുകൾ ബാഡ് എക്സ്പീരിയൻസ് റിവ്യൂ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് തോന്നി കുറച്ചും കൂടി രാജ്യം കവർ ചെയ്ത് ഒന്നുകൂടി എക്സ്പേർട്ട് ആവട്ടെ. ട്രാവലിംഗിൽ ഇപ്പോഴും നമ്മൾ ശിശുവാണ്, ഒന്നുകൂടി എക്സ്പേർട്ട് ആയിട്ട് ഇന്ത്യ കാണാറുണ്ട്. കാരണം ഇന്ത്യയിൽ കുറെ ബാഡ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടല്ലോ. ഇന്ത്യ മൊത്തം കറങ്ങി എക്സ്പേർട്ട് ആയി. എന്നാ പിന്നെ വേറെ ഏത് രാജ്യം കാണുന്നുണ്ടോ? ഇവനൊക്കെ എന്താ വെച്ചാല് തൊള്ള 100 മറ്റേ സ്കില്ല് 0. തൊള്ള 100 സ്കില്ല് 0. ഞാൻ ഒരിക്കലും ദമ്മാട്ടില്ല. എന്നാല് ഞാൻ വേറെ ക്യാമറ ഉണ്ടോട്ടെ
അതായത് ഈജിപ്തിൽ പോയി വന്ന ഒരാളുടെ സുഹൃത്തുക്കളെ എന്റെ കൂടെ 300 പൗണ്ട് അടിച്ചു മിക്കിക്ക് എന്താ പറഞ്ഞ ഡീസൽ പറഞ്ഞോ ഈജിപ്തിലോ? ഈജിപ്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ? പറഞ്ഞ പോലെ തന്നെ പോക്കറ്റ് അടി നല്ല ശ്രദ്ധിക്കാം. എനിക്കൊരു അനുഭവം ഉണ്ടായിക്കണം അവിടുന്ന്. എനിക്ക് 300 300 റൗണ്ട് നിന്ന് പോയി കണ്ടോ ഈജിപ്തിൽ പോവാതെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ റിസർച്ച് നടത്തിയോണ്ട് പറയാ ആ അനുഭവം എങ്ങനെയാണ്? ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ പോയി തിരിച്ചെന്നപ്പോ 300 പൗണ്ട് പോയി. ആ സ്റ്റുഡൻസെ ബുക്ക് ചെയ്തും ചെയ്ത് ചെറിയ മക്കളെ, അതായത് ചെറിയ മക്കള് തൊട്ട് ഏത് തരത്തിലുള്ള ആൾക്കാരോട് അത്യാവശ്യം സ്കാം നടത്തും. എനിക്ക് പിന്നെ ആ പേടില്ല, കാരണം പോവാൻ എന്റെ അടുത്ത് പൗണ്ട് ഉണ്ടാവില്ല. കാരണം 5 പൈസ നമ്മള് കയ്യിൽ പൗണ്ട് മാത്രല്ലേ മൊബൈൽ അടക്കം എല്ലാം പോവേ. നമ്മള് ശ്രദ്ധിക്കാം. ഓല് കിട്ടുന്നത് എടുക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ, അതാ പറയല്ലേ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫുഡൊക്കെ എന്താ അവസ്ഥ? ഫുഡൊക്കെ അടിപൊളിയാ, സെറ്റ് ആണ്. കിട്ടില്ല ഫുഡുകൾ കഴിക്കാം. അതായത് വെറൈറ്റി ഫുഡുകളുണ്ട്, വെറൈറ്റി ഫുഡുകളുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം ഫുഡിന്. ഈ അതേപോലെ അടിപൊളി മാർക്കറ്റുകളുണ്ട്, നല്ല സ്ട്രീറ്റുകളുണ്ട്. പിന്നെ ഹോട്ടൽ ബലൂൺ ഒന്നും ട്രൈ ആക്കിക്കോളാം. എന്താ അവസ്ഥ? ഹോട്ടൽ ബലൂണ് ഞാൻ ട്രൈ ആക്കിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഉണ്ടാവല്ലേ ആരെങ്കിലും അല്ലാതെ തന്നെ നമ്മളെ ഇസ്ലാമികപരമായിട്ട് കുറെ ചരിത്രപരമായിട്ട് സ്ഥലങ്ങൾ റിലേറ്റ് ചെയ്ത് കാണാൻ. നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണാം. മിക്കി ഈജിപ്ത് പോയി വന്നതിന് എന്നോട് വേറെ കാര്യം പറഞ്ഞു. എന്താണ്? ഫിറോവിന്റെ ആ ഒരു ഇതിന്റെ അവിടുന്ന് ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ പൊന്തിച്ചാൽ തന്നെ സെൻസർ ഓൺ ആവും, പോലീസുകാർ പുറത്ത് വെയിറ്റ് ചെയ്യും, പിടിക്കും. അതായത് അവിടുന്ന് ഇപ്പൊ നമ്മള് ആരും കാണാതെ ക്യാമറ എടുത്താലും അവിടെ സെൻസർ ഉണ്ട്, പോക്കറ്റിന് സാധനം പൊന്തിയോ തന്നെ സെക്യൂരിറ്റികൾ ഓടി വരും. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഏതായാലും ഗൈസ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാനുണ്ടോ. അപ്പൊ ചെക്കന്മാരെ കൂടി നമ്മള് പോണത് 10 മണിക്ക് ഇറങ്ങി. അപ്പൊ നമ്മള് 10 മണിക്ക് ഇറങ്ങിയതാണ്. 9 മണിക്കാണ് ഫ്ലൈറ്റ്. ആകെ 4 മണിക്കൂർ ട്രാവലിംഗ്. രാവിലെ അപ്പൊ നിങ്ങളൊന്ന് വിലയിരുത്തണം. രാവിലെ 9 മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ ഇവരോട് 10 മണിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളൊന്ന് ഈ ടൈമിന്റെ കാര്യത്തില് ഇവരൊക്കെ എങ്ങനെയൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ 4 മണിക്ക് ഞാൻ ഫ്ലൈറ്റിന് ടിക്കറ്റ് വെച്ച സാറിനോട് ഞാൻ ഫ്ലൈറ്റിന് ടിക്കറ്റ് ഇടാ ഒരു അയച്ചു തന്നിട്ടില്ല, കുറച്ച് കഴിയും കിട്ടണെങ്കിൽ 4 മണിക്ക് എത്തണം, 6 മണിക്കാ ഫ്ലൈറ്റ്. ഇങ്ങോട്ട് പറയാം 4 മണിക്ക് എത്തണം, 6 മണിക്കാ ഫ്ലൈറ്റ്. ഇന്നലെ മുതലുണ്ട് 10 മണിക്ക് പോകണം 10 മണിക്ക് പോകണം ഞാൻ പറഞ്ഞു നടക്കണത്. എന്നിട്ട് കുറെ ആൾക്കാര് ഡ്രസ് വേറെ സ്ഥലത്ത് കൊണ്ടാക്കുക, യാത്ര വേറെ വൈക്ക്. എന്താ നിനക്ക് പറയാ? ഞാൻ തീരുമാനമാക്കിക്കണത് എയർപോർട്ടിന് മുറ്റത്തോടെ ഇറക്കി വിടും. കൊച്ചി എയർപോർട്ടിൽ ഒരു ബൈ ബൈ പറയണ വിഷ്വൽ എടുത്തോളൂ അടുത്ത സീനില്. അല്ല അങ്ങനല്ല, കുറച്ചൊക്കെ ഒരു ഇത് വേണ്ട അതിന്. 4:30 ഇറക്കുമല്ലോ. 4:30 ഇറക്കണ്ട, ഞാൻ അതല്ല പറയണത്. നിങ്ങൾ എല്ലാരും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. സമയം ഒരു വൈക്ക് പോകുമ്പോ നേരത്തെ പോണല്ല, നമ്മളൊരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആ സമയമാണ്. അതിലൊരു മിനിറ്റ് അങ്ങോട്ട് 10 മണിക്ക് എന്തിനാ ഇറങ്ങണത്? 10 മണിയാവും, കാരണം നിങ്ങൾ എത്തൂല എനിക്കറിയോട് വന്നൊരു 10 മണിക്ക് നമ്മൾ ഇറങ്ങിയോ? 11:30 ഇറങ്ങണത്. 15-ാം തീയതി കോഴിക്കോട്ടേക്ക് ഞാൻ മിക്കവാറും 25-ന്റെയും 30-ന്റെയും ഇടയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുക്കാം. ഞാൻ 2 ദിവസം മുന്നേ നമുക്ക് പോകണം ബാംഗ്ലൂർക്ക്. ഞാൻ ബാംഗ്ലൂരിൽ എടുക്കട്ടോ. അപ്പൊ ടൈം ഞാൻ പറയാം, കറക്റ്റ് പാലിക്കണം, അത് പാലിക്കണം. നരമ്പിലോടണം, തിത്തിന്റെ മാതിരി പാലിക്കണം. അതല്ല അങ്ങനെ 2 ദിവസം ലോജിക്കില്ല. ട്രെയിന് പോവാട്ടോ, ആക്കാൻ വരുന്നുണ്ട് കേട്ടോ. അതല്ല എക്സ്പേർട്ട് ട്രാവലറിനെ കൊണ്ടുപോവാ ഡൽഹി കൊണ്ടുപോവാ. പക്ഷെ അത് മനഃപൂർവ്വം ചെയ്യല്ല സറോ. നമുക്കിവിടെ തൊട്ടടുത്ത് കാലിക്കറ്റ് ഉണ്ട്, ഇനി പേര് പോയ കൊച്ചി ഉണ്ട്, കണ്ണൂരുണ്ട്. മനഃപൂർവ്വം ചെയ്യല്ലേ? എനിക്കറിയാം എയർപോർട്ടിൽ എത്ര നേരം കൊണ്ട് എത്തും, എന്നെ എത്ര നേരം കൊണ്ട് കത്തിക്കാൻ തരാം. പക്ഷെ ഇത് മനഃപൂർവ്വമാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ശാസിക്കണത്. തൃശ്ശൂർ പൂരം നടക്കണോണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ. പരിഹാരം തന്നു. അർശി റൂട്ട് മാറ്റി പിടിച്ചു, ഗുരുവായൂർ വഴി പിടിച്ചു. എല്ലാരും അങ്ങനെ തന്നെ റൂട്ട് ഒക്കെ ശരിയാണ്. എന്നിട്ട് താങ്കൾ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? നമുക്കൊരു ബേജാറുണ്ടാവുമല്ലോ. എനിക്കെന്ന് വെച്ചാൽ ഈ സമയം മാറുന്ന ഭയങ്കര പ്രശ്നമാണ്. അതാണ് വിഷയം. ഒരു സമയം പറഞ്ഞാൽ അതാ സമയം. ഏതാണ് ആ സമയം? അതാണ് ഞാനൊരു സമയം പറയും ഇജ്ജ് വന്നിട്ട് ഇജ്ജ് ഞങ്ങളെ കൂട്ടാതെ പ്ലാൻ ആക്കിയടാ, എന്നോ ടിക്കറ്റ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് നിങ്ങളെല്ലാരും ഇവിടെ സമയം മുതിരോ ചിന്തിക്ക പോലും ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കല്. പറഞ്ഞു വെക്കേഷൻ ഫുള്ള് നിങ്ങളെ കൂടെ. 100 പ്രവർത്തി 0. അതല്ലേ ഇത്ര കാലം സ്കൂളിൽ തിരക്കിനി. വെക്കേഷൻ ആയ ഫുള്ള് നിങ്ങളെ കൂടെ. വെക്കേഷൻ ഫുൾ ട്രിപ്പ്. പിന്നെ അപ്പൊ ഞാൻ ആദ്യം മുതൽ പറയണ്ട, ഈ വെക്കേഷൻ നിന്നെ കാക്കരുത് കേട്ടോ. അല്ല ഇപ്പൊ ഞങ്ങൾ അങ്ങനെ കാക്കലൊന്നുമില്ല. നമ്മള്
അവോയ്ഡിങ് അവോയ്ഡിങ് അല്ല ഇതിനെന്താ പറയാ വെച്ചാല് ക്യാമറ ഓണായി പോയി സുഹൃത്തുക്കളെ അത് പറയാൻ വേണ്ടിട്ട് നമ്മള് ക്യാമറ ഒന്ന് ഓഫ് ആക്കുന്നുണ്ട്. നമ്മള് എയർപോർട്ട് എത്തിയിട്ട് ബാക്കി കാണിച്ചു. അപ്പം ബോസ് നമ്മളെ ടൈമിൽ എത്തിച്ചിട്ടോ. 5 മണിയായപ്പോൾ നമ്മളിവിടെ എത്തി ഗായ്സ്. അപ്പോൾ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുന്നിലെത്തിട്ടോ. താങ്ക് യു അസ്രു. ബോർഡ് അടിച്ചിട്ടാ. അപ്പോൾ ടൈം 5 മണി കറക്റ്റ്. 5 മണിയായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊച്ചി എയർപോർട്ടിൻ്റെ മുന്നിലെത്തി. എല്ലാവരും ചത്തുറങ്ങുക കേട്ടോ. ആ ഉറക്കം വെച്ചു കൊടുത്താ മിക്ക അർശി ഉറങ്ങണ നോക്കിയാ എന്തുറക്ക ഫ്ലാഷ് എത്തുമോ. അവിടെ മുന്നിലെ വേണം മുട്ടിയൊക്കെ റെഡിയാക്കാ. മുട്ടിയൊക്കെ റെഡി സൈസ് ആക്കിട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണോ? ചായ വേണ്ടേ? ചായൻ്റെ വെള്ളറച്ചി ചായ ഉണ്ടല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ 5 മണിക്ക് എത്തി. അപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിക്കാറല്ലേ? 6:30 ആവും അല്ലേ? അപ്പോൾ ഉള്ളിലേക്ക് മെല്ലെ കയറി നോക്കട്ടെ. പിന്നെ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. കാരണം നാട്ടിലെല്ലാവരും ഉള്ള സമയത്താണ് ഇന്ത്യയിൽ പോക്ക് വന്നത്. അപ്പം ഒരു ചെറിയൊരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ എല്ലാവരും ഞാൻ എപ്പോഴും പറയലുണ്ട്, എല്ലാവരും ഒരുമിച്ച് കിട്ടുക പറഞ്ഞാൽ റയറാണ്. കാരണം അർഷൂനി അസറൂനി നാട്ടിൽ കിട്ടുക പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. കാരണം വിദേശത്തുള്ള ആൾക്കാരാണ്. അപ്പം ഇപ്രാവശ്യം ഓര് കൂടെ ഉണ്ട്. ആ ടൈമിൽ ഇന്ത്യയിൽ 10 ദിവസത്തെ പോക്ക് പറഞ്ഞാൽ ആ ഒരു 10 ദിവസം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഒരുമിച്ച്. പക്ഷേ കുഴപ്പമില്ല, രണ്ടാളും ഒരു കുറച്ച് ദിവസം കൂടിയൊക്കെ ഇവിടെ ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം കൂടി ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ട് എങ്ങോട്ടെങ്കിലും ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞേക്കണേ. ഞാൻ എൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഓരോ ട്രിപ്പ് പോയി. കാരണം അങ്ങനെയാണെങ്കിൽ ഓര് പോകണമൊക്കെ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഞങ്ങളെ എവിടേക്കെങ്കിലും ചെറുതായിട്ടൊക്കെ പോകണമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി അർഷും നജിമും എന്തായിട്ടാ എത്തും. അപ്പം ഇന്ന് നിങ്ങൾ എറണാകുളം ചില്ലാണ്? എറണാകുളം ചില്ലല്ല, ഞങ്ങള് വണ്ടർലയിൽ പോകാൻ പ്ലാൻ ഇട്ടിരുന്നു. പക്ഷെ വണ്ടർല ഫുള്ള് റഷാണ്. വണ്ടർല നല്ല തിരക്കാണ്. അപ്പൊ നമ്മള് മറൈൻ ഡ്രൈവും ലുലുമാളും കയറായിരിക്കും. എന്നിട്ട് നാട്ടിക്ക് വ്ളോഗ് ഉണ്ടാവേ. അപ്പോൾ ഗായ്സ് അപ്പോൾ ഒന്ന് ചെക്കന്മാർ വണ്ടർലുണ്ട് കേട്ടോ. അല്ല വണ്ടർലല്ല, കൊച്ചിയിലുണ്ട്. വണ്ടർല പോലെ പ്ലാൻ ഇനി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു. നിങ്ങൾ വണ്ടർല് അതായത് ഫുൾ അലമ്പ് കൊച്ചിയില്. അപ്പോൾ അർഷും നജിമി ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടോ. അപ്പോൾ അർഷു പെണ്ണുങ്ങളെ കൂട്ടി വരും പറഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ ഒന്ന് കടന്നുറങ്ങിയിട്ട് നിങ്ങൾ ഇവര് നീച്ചുമ്പോഴത്തേനും അങ്ങോട്ട് എത്താറുണ്ട് കടൽ. നിങ്ങൾ എവിടെ ഉറങ്ങും? അപ്പോൾ കാറിലുറങ്ങും. ഇവര് കാറിൽ തന്നെ ഉറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ ഓലും കൂടി വന്നാൽ പിന്നെ ഒരു ട്രിപ്പ് ഓണാക്കും അല്ലേ? എന്നിട്ട് തിരിച്ച് നേരെ നാട്ടിൽ കാണോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു നാട്ടിൽ പോകുന്നാണ് പറയണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ ഫുള്ള് കറങ്ങി കഴിഞ്ഞിട്ട് ഒരുവിധം നാട്ടിൽ പോകാനുള്ള ലെവലാകുമ്പോഴേക്ക് അർഷും നജിമും ഇവിടെ എത്താം. എന്നിട്ട് ഞങ്ങൾ പോകും, മോൽ ഇവിടെ ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടി വരും. മിക്കവാറും അവിടെ. കാരണം അർഷൊക്കെ ഇന്നലെ അനാൻ്റെ കൂടെ കണ്ണൂരൊക്കെ പോയിട്ട് വരാൻ നല്ല ലേറ്റ് ആക്കണേ. അപ്പോൾ ഓല് വരുമ്പോഴത്തേനും ഇവർ തിരിച്ചു പോകണ കോലത്തിലാവും ഉണ്ടാവും. കാരണം അർഷൊക്കെ ഇപ്പോൾ തന്നെ സൈഡ് ആക്കണേ. നീച്ചാണ്ട് ഇനി ഓണായാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേനും വീണ്ടും ഓഫാവും. ഒരു പ്രത്യേക തരം ജീവിതം കേട്ടോ ഇപ്പോഴത്തൊക്കെ. കാരണം ഉറങ്ങേണ്ട സമയത്ത് നീച്ചടക്കുക, എന്നിട്ട് നീച്ചിറക്കേണ്ട സമയത്ത് ഉറങ്ങുക, അങ്ങനെയൊക്കെ ജീവിതമാണ്. അപ്പോൾ വരട്ടോ. അസ്സലാമു അലൈക്കും. ഓക്കെ.
മിക്കേ മുത്തേ പോയി ഞാൻ വിളിക്കാം ഞങ്ങളുടെ തിരി വിളിക്കണ്ടേ വരാം ഓക്കെ നിങ്ങൾ അടിച്ചു വിളിക്കുന്നു സങ്കടം ഉണ്ട് എന്നാലും വരും ഉടൻ തന്നെ തിരുമ്പി വരും അവിടെ കൊടുക്ക് പോരട്ടോ മിസ് യു നിങ്ങൾ ഉഷാറാക്കി പരിപാടികളൊക്കെ തീർക്കി ഞാൻ വരുമ്പോൾ തന്നെ ഈ 10 ദിവസം എന്തിനാ അറിയോ തിരക്കൊക്കെ തീർത്ത് ഫുൾ സെറ്റായി നിൽക്കുക പിന്നെ നമ്മളെ മറ്റേ എക്സ്പോ കൂടി കഴിഞ്ഞാൽ ഞാൻ പറക്കും അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കൂടി നിന്നിട്ട് പറക്കുള്ളൂ ആ 4 ദിവസം എന്താ തരും എനിക്ക് പരിപാടി ഉണ്ട് ഓണാക്കും നമ്മള് പോരെ അപ്പൊ ഞാൻ പോവാണ് കേട്ടോ പ്രവർത്തി പൂജ തൊള്ള 100%, പ്രവൃത്തി 0%. സൈക്കോ ഇതെന്താ സ്വപ്നം കണ്ടിരിക്കണേ? ഞാൻ പോവാ കാണട്ടോ. അല്ലല്ല ട്രെയിനിങ് 4 ദിവസമേ ഉള്ളൂ. പോയരട്ടോ. വിട് സൈക്കോക്ക് വേർപിരില്ല. എന്നാ വിട്ടിട്ടോ. ബൈ കാശിക്ക. ബൈ മുത്തേ. പൈസ എന്തെങ്കിലും തരണോ? എൻ്റെ ഒരു കേബിൾ ഉണ്ടായി മേ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ കഴിഞ്ഞ് അതിലുണ്ട്. എന്നാലേ നിങ്ങൾ വിട്ടോളി. ഇവിടെ ഞാൻ അധികം നിൽക്കണ്ട കേട്ടോ. ഞാൻ വിളിക്കാം. ഓക്കെ മുത്തേ പോയരട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വ്ളോഗ് എൻ്റെ ചെയ്യാണ്. ബാക്കി ഈജിപ്തിലെത്തിയിട്ട്